PSC പരീക്ഷാ തട്ടിപ്പിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പോലീസ്. PSC ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയാണ് കേസെടുത്തതെങ്കിലും FIRൽ ആരുടെയും പേരുകളില്ല. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിലാണ് നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് PSC പരീക്ഷാ ക്രമക്കേട് തട്ടിപ്പിൽ. ക്രൈംബ്രാഞ്ച് SIT ആ ഒരു FIR രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ FIRൽ ഉദ്യോഗസ്ഥരെ ആരുടെയും പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല. അതായത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ രാവും പകലും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന ആ ഒരു പരീക്ഷയിൽ നടന്ന വലിയൊരു തട്ടിപ്പിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെങ്കിലും അതായത് FIRൽ ഒരാളുടെ പേര് പ്രത്യേകമായി പറയുന്നില്ല. അതൊരു കണ്ണിൽ പൊടിയിടലായിട്ട് തന്നെ കാണേണ്ടി വരണോ? എന്താണ് നിലവിലെ സാഹചര്യം? എന്താണ് വിവരങ്ങൾ, ശാലിനി? അമല, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. PSC ആസ്ഥാനത്ത് നടന്ന വിവിധ പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് യുവമോർച്ച, BJP ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, വീട്ടിലേക്ക് അടക്കം പ്രതിഷേധം എത്തുന്ന സാഹചര്യം. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് അതും ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIRൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിരിക്കുകയാണ്. പക്ഷേ ആരൊക്കെയാണ് എന്നതടക്കമുള്ള പേര് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായി കേസെടുക്കുമ്പോൾ അതിൻ്റെ FIR ഇടുമ്പോൾ അതിൽ പ്രതികൾ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അത്തരത്തിലൊരു രേഖകളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിലാണ് ഇപ്പോൾ ആദ്യ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് PSC കൈമാറിയിരുന്നു. PSC ആസ്ഥാനത്തെത്തി ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിലൊരു FIR ഇട്ടിട്ടുള്ളത്. ചോദ്യപേപ്പർ, ഒപ്പം തന്നെ ഉത്തരസൂചിക, അഭിമുഖത്തിന് ക്ഷണിച്ച ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ, മാർക്ക് ഷീറ്റ് അടക്കമുള്ള രേഖകളാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്രകാരം കൈമാറിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ FIR ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് കിട്ടിയതുമെല്ലാം വൻ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ, തൊട്ടു പിന്നാലെ തന്നെ ഉദ്യോഗാർത്ഥികൾ, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പെട്ട വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ളവർ ആവശ്യം ഉന്നയിച്ചത്. ഒടുവിൽ ഇപ്പോൾ PSC പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആദ്യ FIR രജിസ്റ്റർ ചെയ്യുന്നു. അതും ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ പേര് രേഖകളില്ലാതെ ഉദ്യോഗസ്ഥരെ പഴിചാരിക്കൊണ്ടുള്ള ഒരു FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതോ ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ FIR എന്നുള്ളൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നുമുണ്ട്. അമലൻ, വ്യക്തമാണ്. PSC പരീക്ഷാ തട്ടിപ്പിൽ ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. PSC ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിക്കൊണ്ടാണ് കേസ് എടുത്തതെങ്കിലും FIRൽ ആരുടെയും പേര് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടില്ല. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിലാണ് നടപടി. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.